കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 62 രചന ശാലിനി ഇ. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. നദി ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ ആരോടും സംസാരിക്കാറുള്ളൂ. തിരുനന്തനത്തേക്ക് പോകുന്നത് പാടെ നിർത്തി. അന്നത്തെ വേദന കൊണ്ടാണ് അതെല്ലാമെന്ന് മറ്റുള്ളവരെല്ലാം കരുതി. ആരുടെയും ചിന്തകളെ മാറ്റാൻ നദി തയ്യാറായില്ല. മനസ്സ് തുറക്കാനും സങ്കടങ്ങൾ പറയാനും അവൾക്കൊരു അത്താണി നിർമ്മല സുകുമാരൻ മാത്രമായിരുന്നു. ഇതിനകം ആൻറ്റി എന്ന സ്ഥാനത്ത് നിന്നും അമ്മ എന്ന സ്ഥാനത്തേക്ക് നിർമ്മല സ്വയം സ്ഥാനാരോഹണം ചെയ്തിരുന്നു. അവളിലെ ഓരോ വേദനയും തൻ്റെ നെഞ്ചിലാണ് തട്ടുന്നത് എന്ന് നിർമ്മലയ്ക്ക് തോന്നി. അങ്ങനെ 20-ാം തീയതി എന്ന ദിവസവും വന്നെത്തി. കാർത്തിക്ക് സത്യപ്രതാപൻ കൊടുത്ത അവധിയായിരുന്നു ആ ദിവസം. അവൻ്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ഓഫീസിൽ തന്നെയായിരുന്നു. ബദ്രിക്ക് ആകെ ടെൻഷൻ എടുത്തു തുടങ്ങി. കാർത്തി കല്യാണം മുടക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ സത്യപ്രതാപൻ കല്യാണത്തിന് കാണിക്കുന്ന ഉത്സാഹമൊന്നും ബദ്രി കാണിച്ചിരുന്നില്ല. പോയി ക്ഷണിക്കാൻ ദിവസങ്ങളില്ലാത്തതുകൊണ്ട് അയാൾ ഫോണിലൂടെയാണ് എല്ലാവരെയും ക്ഷണിച്ചത്. ആ നാട്ടിലെ ഏറ്റവും വലിയ മണ്ഡപം തന്നെ അയാൾ മകളുടെ കല്യാണത്തിനായി ഒരുക്കി. ദേഹണ്ടക്കാരെയെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ നിന്നാണ്. 4 തരം പ്രഥമനുണ്ട് സദ്യയ്ക്ക്. എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത് അയാൾ ഒറ്റയ്ക്കാണ്. ബദ്രിയെ അയാൾ വിളിച്ചുമില്ല, അവനൊട്ട് ചെന്നതുമില്ല. അങ്ങനെ 26-ാം തീയതിയായി. ഇനി 2 ദിവസമേ ചിലങ്കയുടെ കല്യാണത്തിന് അവശേഷിക്കുന്നുള്ളൂ. അന്ന് രാവിലെ തന്നെ സത്യപ്രതാപനും രേണുകയും ചിലങ്കയെ കൂട്ടി ഗോൾഡ് എടുക്കാൻ പോയി. നദിയെ വിളിച്ചെങ്കിലും അവൾ ക്ലാസ്സിന് പോകാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവായി. അന്നത്തേതിൽ പിന്നെ ബദ്രി നദിയോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. നദി ബദ്രിയുടെ വഴിയെ വന്നിട്ടുമില്ല. ഡ്രസ്സ് എടുക്കലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കലും എല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു. സത്യപ്രതാപൻ്റെ വക നദിക്കും ഒരു സാരി ഉണ്ടായിരുന്നു. എതിർപ്പൊന്നും കാണിക്കാതെ അവൾ അത് വാങ്ങിവെച്ചു. അന്നും പതിവ് പോലെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് കാർത്തി. പെട്ടെന്ന് അവൻ്റെ ക്യാബിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ബദ്രി അകത്തേക്ക് വന്നത്. അലക്ഷ്യമായി ബദ്രിയെ ഒന്ന് നോക്കിക്കൊണ്ട് കാർത്തി തൻ്റെ ജോലി തുടർന്നു. മുന്നിലുള്ള കസേര വലിച്ചിട്ടിരുന്നും കൊണ്ട് ബദ്രി കാർത്തിയെ രൂക്ഷമായി നോക്കി. എന്തുപറ്റി? ലാപ്പിൽ നിന്നും കണ്ണെടുക്കാതെയാണ് കാർത്തിയുടെ ചോദ്യം. ആകാശത്തു നിന്നും വലിയൊരു ഉൽക്ക വീണു. എവിടെ? തിരുനന്തനത്ത്, നിൻ്റെ ബെഡ്റൂമിൽ. ആണോ? എൻ്റെ കട്ടിലും കിടക്കയും സേഫല്ലേ? ആടാ, നിൻ്റെ ഒരു കട്ടിലും കിടക്കയും. ബദ്രി കസേര തട്ടിമറിച്ചിട്ടും കൊണ്ട് ദേഷ്യത്തിൽ എഴുന്നേറ്റു. അല്ല, നിൻ്റെ പ്രശ്നം എന്തുവാ? മഴത്തിലാണ് ചോദ്യം. നീ അല്ലടാ കോപ്പേ, ദത്തൻ മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ എന്തേ മാങ്ങയും തേങ്ങയും ഒക്കെ പോയോ? നീ എന്തെങ്കിലും ചെയ്യുമല്ലോ എന്ന് കരുതി നിന്നെ വിശ്വസിച്ചിരുന്ന ഞാൻ വിഡ്ഢി. ബദ്രിയുടെ ദേഷ്യം കണ്ട് കാർത്തി ലാപ്പ് അടച്ചു വെച്ചു. നിന്നോട് വിഡ്ഢിവേഷം കെട്ടാൻ ഞാൻ പറഞ്ഞു? ചിലങ്ക നിൻ്റെ പെങ്ങളാണ്. അവളുടെ ജീവിതം വെച്ച് നിൻ്റെ അച്ഛൻ പന്താടുമ്പോൾ നോക്കി നീ എന്നെ കുറ്റം പറയുന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇത്രയും ദിവസം നിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു. അന്നൊന്നും നീ രോഷം കൊണ്ട് തിളയ്ക്കാതിരുന്നതെന്തേ? ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി ഒതുങ്ങിയിരിക്കുകയാണോ ഒരു സഹോദരൻ ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞോൾക്കാണ് ഇങ്ങനെയൊരു കല്യാണം എൻ്റെ സമ്മതമില്ലാതെ അച്ഛൻ നടത്തുന്നതെങ്കിൽ 24 മണിക്കൂർ തികക്കില്ലായിരുന്നു. എൻ്റെ അച്ഛൻ അതിനു മുമ്പേ അച്ഛൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന്. അവിടെയാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. ചില്ലുവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിനക്ക് എന്നെ നോക്കിയിരിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇനി എന്നെ നോക്കിയിരുന്നത് കൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. മറ്റന്നാൾ ആ കല്യാണം നടക്കില്ല. അവൻ കല്യാണത്തിന് വരില്ല എന്നത് അവൻ്റെ തീരുമാനമാണ്. അന്നേ ദിവസം അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളുമായി നാടുവിടുക എന്നതും അവൻ്റെ തീരുമാനമാണ്. എന്നാൽ മാനസാന്തരം വന്ന് ചിലങ്കയെ കല്യാണം കഴിച്ചേക്കാം എന്ന് അവൻ ചിന്തിക്കുകയാണെങ്കിൽ പോലും അന്നേ ദിവസം അവനവിടേക്ക് വരാൻ കഴിയില്ല. അവൻ്റെ കൂടെ പോകാൻ അവൻ കാത്തിരിക്കുന്നവൾക്കും കഴിയില്ല. ആ പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയാമോ? അതുവരെ മുറുകി നിന്ന ബദ്രിയുടെ മനസ്സ് കാർത്തിയുടെ അവസാന വാക്കിൽ അഴഞ്ഞുപോയി. അറിയാം. ഏതാ കുട്ടി? എവിടെയുള്ളത്? എന്തിനെ നെക്ക് കെട്ടാനാണോ? ബദ്രിയുടെ ചോദ്യം കാർത്തിയുടെ കുറുമ്പ് നിറച്ചു. എനിക്കെന്തിനാ അവൻ വെച്ചുകൊണ്ടിരുന്നവളെ? ഫ്രഷ് കിട്ടാഞ്ഞിട്ടാ? ആഹാ, അപ്പോൾ എൻ്റെ മച്ചു നടന്നാലോ? ഫ്രഷ് കിട്ടും. എന്താ സംശയം? എന്നിട്ട് എവിടെ? അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ചില്ലുവിൻ്റെ കല്യാണക്കാര്യമല്ലേ? അവളാണെങ്കിൽ ഫോൺ എപ്പോഴും ചെവിയിൽ തൂക്കി പിടിച്ചുകൊണ്ട് നടപ്പാം. മറ്റൊരുത്തിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവന് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുന്നത്? അവൻ്റെ പ്രണയം അസ്ഥിക്ക് പിടിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നല്ല രീതിയിൽ പ്രണയിക്കുന്നവൾ ആണെങ്കിൽ ചില്ലുവിൻ്റെ ഭാഗത്തു നിന്നും അവൻ എന്നെ ചിന്തിച്ചു നോക്കിയേനെ.
ഷില്ലുവിനോട് അവൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളിപ്പോൾ എന്നോട് വല്ലാതെ മിണ്ടുന്നു പോലുമില്ല. ഞാനും മിണ്ടാൻ പോകുന്നില്ല. ഇന്നലെ കണ്ട അവനല്ലേ അവൾക്ക് എന്നേക്കാൾ വലുത്. വരും എൻ്റെ അടുത്തേക്ക്. അന്നേരം ഞാനും വഴി കണ്ടിട്ടുണ്ട്. അവരുടെ വഴക്ക് അവർ തന്നെ തീർത്തോളും എന്നറിയാവുന്നതിനാൽ ബദ്രി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കാർത്തിയുടെ വാക്കുകൾ അവനിൽ നിറഞ്ഞ ആശ്വാസത്തിന് കണക്കില്ലായിരുന്നു. അന്ന് രാത്രി വളരെ വൈകിയാണ് ഗോൾഡ് എടുക്കാൻ പോയവർ തിരിച്ചെത്തിയത്. അവർ വരുന്നതുവരെ ബദ്രിയും നദിയും മാത്രമായിരുന്നു വീട്ടിൽ. എന്നാൽ അത്രയും നേരം വരെ നദി റൂമിൽ നിന്നും പുറത്തിറങ്ങിയില്ല എന്നതാണ് വാസ്തവം. ചില്ല് വന്ന് ഗോൾഡ് കാണാൻ വിളിച്ചപ്പോഴാണ് അവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നത്. കാണിച്ചു കൊടുത്തത് എല്ലാം കണ്ടു എന്നല്ലാതെ നദി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ആ നേരം അത്രയും ബദ്രി ശ്രദ്ധിച്ചത് മുഴുവൻ നദിയെയായിരുന്നു. രാവിലെ തന്നെ ഗോവർദ്ധനത്ത് വിരുന്നുകാർ വന്നു തുടങ്ങി. പലരും നദിയെ നോക്കി ഓരോന്ന് പിറുപിറുക്കുന്നത് കണ്ടപ്പോൾ അവിടെ അധിക നേരം നിൽക്കാൻ നദിക്ക് തോന്നിയില്ല. ചില്ലുവാണെങ്കിൽ ഫോൺ ചെവിയിൽ നിന്നും വെച്ച് നേരമില്ല. ഇവിടെ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് നദിക്ക് തോന്നി. കോളേജിൽ പോകുന്ന നേരത്ത് നദി ഒരുങ്ങിയിറങ്ങി. ആ സമയം നോക്കി തന്നെയാണ് ബദ്രി കാർ പോർച്ചിൽ നിന്നും ഇറക്കിയത്. അവന് അവളോട് സംസാരിക്കണമായിരുന്നു. അവൾ ഗേറ്റിന് പുറത്ത് കടന്നതും അവൻ അവളുടെ അടുത്തായി കാർ കൊണ്ടുവന്ന് നിർത്തി. കയറ്, കോളേജിൽ ഞാൻ കൊണ്ടുവിടാം. എനിക്ക് തനിയെ പോകാൻ അറിയാം. ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അവളുടെ മുഖത്ത് ദേഷ്യമിരമ്പി. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതും ഒരു സന്തോഷത്തിൻ്റെ ഭാഗമല്ലേ? പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. അങ്ങനെ ഇപ്പോൾ സന്തോഷം കണ്ടെത്തുന്ന ബുദ്ധിമുട്ടുകൾ സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് പോയിക്കോളൂ. അതാണ് എനിക്കും നിങ്ങൾക്കും നല്ലത്. നല്ലതും ചീത്തയും തിരിച്ചറിയേണ്ട പ്രായമൊക്കെ എനിക്ക് അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നിലെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ നീ മെനക്കെടേണ്ട. സ്വയം നീ കാറിനുള്ളിലേക്ക് കയറിയില്ലെങ്കിൽ എനിക്ക് നിന്നെ എടുത്തുയർത്തി കാറിൽ കയറ്റാനും അറിയാം. അത്തരത്തിലുള്ള സാഹസികതയൊന്നും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത്രയും നാൾ സാർ എന്ന് വിളിച്ചിരുന്നവൾ നീ എന്നോ നിങ്ങളെന്നും വിളിച്ചതിൻ്റെ ദേഷ്യമായിരുന്നു അവനിൽ നിറയെ. സാർ എന്ന് വിളിക്കുമ്പോൾ പോലും അവനത് തിരുത്താൻ ശ്രമിച്ചില്ല. അവൾക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വിളിക്കട്ടെ എന്നേ കരുതിയുള്ളൂ. ബദ്രിയുടെ മുഖഭാവം കണ്ടതും അവൻ ചിലപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചേക്കുമെന്ന് തോന്നിയതിനാൽ നദി പിന്നെ ഒന്നും പറയാതെ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. ദേഷ്യപ്പെട്ടാൽ പെണ്ണിന് അനുസരിക്കാൻ അറിയാമെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഉള്ളിൽ തന്നെ ചിരിച്ചുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു. അടുത്തുള്ള കവല എത്തുന്നത് വരെ രണ്ടുപേരും മിണ്ടിയില്ല. കവലയിൽ നിന്നും മുന്നോട്ടുള്ള വഴി രണ്ടായി പിരിയുകയാണ്. നേരെ പോകുന്നത് കോളേജിലേക്കും തിരിഞ്ഞു പോയാൽ തിരുനന്തനത്തേക്കും. കവലയിൽ നിന്നും നേരെ പോകാൻ നിന്നതും അവൾ അവനെ തടഞ്ഞു. ഈ വഴി പോയാൽ മതി. അവൻ കയ്യിലെ ടൈം ബാൻഡിൽ ടൈം നോക്കി. നിനക്കിപ്പോൾ കോളേജിലേക്കല്ലേ പോകേണ്ടത്? പിന്നെന്തിനാ ഇതുവഴി പോകുന്നത്? എനിക്കിപ്പോൾ കോളേജിലേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവോ? അവൻ കാർ റിവേഴ്സ് എടുത്ത് ഒരു ഭാഗത്തേക്ക് നിർത്തി. നീ കുറച്ച് ദിവസമായി എന്നെ നീയെന്നും നിങ്ങളെന്നും വിളിക്കാൻ തുടങ്ങിയിട്ട്. സംസാരത്തിൽ കുറച്ചുകൂടി സംസ്കാരം കാണിക്കാം. ഒന്നുമില്ലെങ്കിൽ 20 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞല്ലേ നീ? ദേഷ്യത്തോടെ പറയുന്നവൻ്റെ മുഖത്തേക്ക് അവളും ദേഷ്യത്തോടെ തന്നെ നോക്കി. അപ്പോൾ ഞാൻ കുഞ്ഞാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുഞ്ഞിനോടാണോ നിങ്ങൾ പ്രണയം പറഞ്ഞത്? കുഞ്ഞു വലുതാകട്ടെ, അന്നേരം മറുപടി പറയാം ഞാൻ. എനിക്കിപ്പോൾ പോകേണ്ടത് തിരുനന്തനത്തേക്കാണ്. എന്നെ അവിടെ ഗേറ്റിലിറക്കി തന്നാൽ മതി. ഗേറ്റിലോ പടിപ്പുരയിലോ കൊട്ടാരത്തിലോ അന്തപുരത്തിലോ എവിടെയാണെങ്കിലും ഇറക്കാം. വായ് അടച്ചു വെച്ചാൽ മതി. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് തിരുനന്തനത്ത് മുറ്റത്ത് കാർ നിർത്തുന്നത് വരെ രണ്ടുപേരും മിണ്ടിയില്ല. കാർ തുറന്നതും തോളിലൊരു ബാഗും കയ്യിലൊരു ബിഗ് ഷോപ്പറുമായി നദി ഇറങ്ങി. അവൾക്ക് പിന്നാലെ പൂമുഖത്തേക്ക് കയറാൻ നിന്നവനെ അവൾ തിരിഞ്ഞൊന്ന് രൂക്ഷമായി നോക്കി. നിങ്ങൾക്ക് പോയിക്കൂടെ? ഇങ്ങനെ എൻ്റെ കൂടെ വരുന്നോ? ഇതെൻ്റെ അമ്മാവൻ്റെ വീടാണ്. ഇവിടേക്ക് ഞാൻ ഇഷ്ടമുള്ളപ്പോൾ വരും, ഇഷ്ടമുള്ളപ്പോൾ പോകും. അത് തീരുമാനിക്കാൻ നീ ആരാ? ഞാൻ വഴിയിലൂടെ പോകുന്ന ഒരു ഭിക്ഷക്കാരി. ഭിക്ഷയായി കിട്ടുന്നതൊന്നും ഇനി വേണ്ടെന്ന് തീരുമാനിച്ചു. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി. ഇതിനിപ്പോൾ ശരിക്കും വട്ടായോ ഭഗവാനെ? എന്തായാലും ദേഷ്യപ്പെടുന്ന മുഖം കാണാനും ഒരു ഭംഗി തന്നെ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന രാമേട്ടനെ കണ്ടു. നദിക്കുഞ്ഞ് നല്ല ദേഷ്യത്തിലാണല്ലോ. എന്തുപറ്റി? അറിയില്ല രാമേട്ട. അന്ന് അമ്മാമ്മയുടെ കൂടെ യാത്ര പോയതിന് ശേഷം ഇങ്ങനെയാണ്. എല്ലാവരും കൂടി വഴക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യം. കാർത്തി റൂമിലല്ലേ?
ഇല്ല, ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞ ശേഷം പുറത്തു പോയതാ. ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. രാമേട്ടൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. മഹാദേവൻ ആകെ അസ്വസ്ഥനായിരുന്നു. അന്നത്തേതിൽ പിന്നെ മോളെ കാണാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു അയാളുടെ വിഷമം. പലവട്ടം നദിയുടെ ഫോണിലേക്ക് അയാൾ വിളിച്ചെങ്കിലും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ബദ്രിയോട് അന്വേഷിക്കുമ്പോൾ എല്ലാം അവൾ ഭയങ്കര ദേഷ്യത്തിലാണ് എന്നായിരുന്നു മറുപടി. ഇന്നും കൂടി അവളെ കണ്ടില്ലെങ്കിൽ ഭ്രാന്തെടുക്കുമെന്ന അവസ്ഥയിലായിരുന്നു അയാൾ. ഓരോന്നാലോചിച്ച് ജാലകവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടത്. ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ മുന്നിൽ നദി. ആ സമയം അയാളിൽ നിറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഉള്ളിലെ ആളാതിരത്തൽ മുഖത്തേക്ക് ഇരമ്പിച്ചെന്നു. മോളെ, ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഇത്രയും ദിവസം മാഷ് എത്ര ഉരുകിയെന്നറിയോ നിനക്ക്? അയാൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളെ തൊടാനായി കൈകൾ നീട്ടി. മാഷോ? അതാരാ? അവൾ അയാളിൽ നിന്നും അല്പം പിന്നിലേക്ക് നീങ്ങി നിന്ന് ചോദിച്ചു. അയാളുടെ മുഖത്ത് പെട്ടെന്ന് അമ്പരപ്പ് പടർന്നു. നീ എന്നെ മാഷെന്നല്ലേ വിളിച്ചിരുന്നത്? ഇന്നെന്താ അങ്ങനെയൊരു ചോദ്യം? സ്വയം ചോദിച്ചു നോക്കൂ, നിങ്ങൾ എനിക്ക് മാഷാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന്. സ്വന്തം മനസ്സിനെ പോലും കബളിപ്പിച്ച് നിങ്ങൾ എന്താണ് നേടുന്നത്? മോളെ, ഞാൻ... അയാളുടെ മുഖത്ത് ഞെട്ടൽ. മോൾ എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞുവോ എന്നൊരു ജിജ്ഞാസ ഉണ്ടായി അയാളുടെ ഉള്ളിൽ. ഒരു മരവിപ്പ് ശരീരത്തിൽ പടർന്നതുകൊണ്ടാകാം അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല. LKGയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. പല കുട്ടികളും അവരുടെ അച്ഛന്മാരോടൊത്ത് കളിക്കുന്നതും ഉല്ലസിക്കുന്നതും കണ്ട് കൊതിയോടെ മാറിയെന്ന് തോന്നിയിരുന്ന ഒരു കുഞ്ഞു നദി. വാക്കുകൾ പെറുക്കി എഴുതാൻ തുടങ്ങിയപ്പോൾ അവൾ ആദ്യം എഴുതിയത് കാണാമറയത്തിരിക്കുന്ന അവളുടെ അച്ഛനാണ്. സങ്കടങ്ങളും സന്തോഷങ്ങളും അവർ പങ്കുവച്ചിരുന്നത് കത്തിലൂടെ അവളുടെ അച്ഛനോടാണ്. അവളുടെ മനസ്സിൽ ആ അച്ഛൻ ആകാശത്തോളം വലിയവനായിരുന്നു. അസുഖം വരുന്നതിന് മുൻപുള്ള അമ്മയായിരുന്നില്ല അസുഖം വന്നതിന് ശേഷമുള്ള അമ്മ. അമ്മയുടെ പഴയ സ്നേഹം എവിടെയോ കളഞ്ഞു പോയിരുന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ വേദനകളെ മറികടന്നത് എൻ്റെ അച്ഛന് കത്തെഴുതിക്കൊണ്ടായിരുന്നു. ആദ്യമായി നിങ്ങളെ കണ്ടപ്പോഴും നിങ്ങളെ വാത്സല്യം അനുഭവിച്ചപ്പോഴും എൻ്റെ അച്ഛൻ അരികിലെത്തിയ ഫീലായിരുന്നു എനിക്ക്. അവൾ ഒന്ന് നിർത്തിക്കൊണ്ട് 2 കൈകൊണ്ടും മുഖം പൊത്തി തേങ്ങിപ്പോയി. തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകൾ തുടയ്ക്കണമെന്നും അവളെ തന്നോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും നിന്നിടത്തു നിന്നും അനങ്ങാൻ പറ്റാത്ത വിധം അയാളുടെ കാലുകൾ ശില പോലെ തറയിൽ ഉറഞ്ഞുപോയതായി അയാൾക്ക് തോന്നി. എൻ്റെ അമ്മയോട് കാണിച്ച ക്രൂരതയും എൻ്റെ പിതൃത്വം നിഷേധിച്ചതും ഞാൻ മറന്നു കളഞ്ഞേനെ. ഞാനാണ് മോളുടെ അച്ഛനെന്ന് ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇനിയൊരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല, വീട്ടിലേക്ക് വരില്ല. സമയം കിട്ടുമ്പോൾ ഇതെല്ലാം ഇരുന്ന് വായിക്ക്. ഒരു മകൾക്ക് അവളുടെ അച്ഛൻ എങ്ങനെയായിരുന്നു എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അവൾ തൻ്റെ കയ്യിലെ ബിഗ് ഷോപ്പർ അയാളുടെ മുൻപിൽ കുടഞ്ഞിട്ടും കൊണ്ട് തിരികെ നടന്നു. തൻ്റെ മുന്നിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന 100 കണക്കിന് കത്തുകളിലേക്ക് അയാൾ തുറിച്ചു നോക്കി നിന്നു. കരയാൻ പോലും ആ നിമിഷം അയാൾ മറന്നുപോയിരുന്നു. ആ സമയം വാതിൽക്കൽ ഉള്ളിലെ കാഴ്ചകൾ കണ്ട് തറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ബദ്രിയും രാമേട്ടനും. അവരെ 2 പേരെയും ശ്രദ്ധിക്കാതെ നദി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.